രാഹുൽ മാങ്കൂട്ടം വിഷയം ഇപ്പൊ കേരളത്തിൽ നിന്നല്ല കേന്ദ്രത്തിൽ വരെ ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ രാഹുൽ മാങ്കൂട്ടത്തിനൊപ്പം പലരും ഷാഫി പറമ്പിലിനെ ഈ കേസിലേക്ക് എടുത്തിടാൻ നോക്കുന്നുണ്ട്. പക്ഷെ ഷാഫി പറമ്പിൽ പറയുന്നു ഒഫീഷ്യൽ ആയിട്ടുള്ള ഇതില്ല, കാഷ്വൽ ആയിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് മാത്രമേ ഉള്ളൂ. അപ്പൊ ഈ എല്ലാവരും ഇങ്ങനെ പേരുകളിൽ ഉന്നയിക്കുമ്പോൾ ഷാഫിയുടെ രാഷ്ട്രീയ ജീവിതത്തെ ഈ രാഹുൽ മാങ്കൂട്ടം വിഷയം ബാധിക്കുന്നു തോന്നുന്നുണ്ടോ? ഷാഫിയുടെ ജീവിതത്തിൽ ഒരിക്കലും ബാധിക്കത്തില്ല. കാരണം നമുക്ക് എത്രയോ എത്രയോ സുഹൃത്തുക്കളുണ്ട്. നമ്മുടെ സുഹൃത്തുക്കളെല്ലാം എന്ത് ചെയ്യുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? അതുപോലെ തന്നെ ജസ്റ്റ് ഒരു ഫ്രണ്ട്ഷിപ്പ് മാത്രമാണ് ഷാഫിയും രാഹുലും തമ്മിലുള്ളത്. അതിനിപ്പോൾ ഷാഫിയെ ഇതിന് ഒരു കാരണവശാലും ഇത് ബാധിക്കത്തില്ല. ഇപ്പൊ രാഹുൽ മാങ്കൂട്ടം വിഷയം വളരെ കത്തി നിൽക്കുന്ന സമയമാണ്. അപ്പൊ ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഇവിടെ തന്നെ ഷാഫി പറമ്പിലിന്റെ പേരും പറയുന്നുണ്ട്. ഷാഫി പറമ്പിലിന്റെയും കുറെ കുറ്റം പറയുന്നുണ്ട്, കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഈ ഷാഫി പറമ്പിലിന്റെ രാഷ്ട്രീയ ജീവിതത്തെ രാഹുൽ മാങ്കൂട്ടം വിഷയം ബാധിക്കുന്നു തോന്നുന്നുണ്ടോ? അല്ല, അതിപ്പം അവർ ജസ്റ്റ് കാഷ്വൽ ഫ്രണ്ട്സ് ആണെന്നല്ലേ ഉള്ളൂ. ഒഫീഷ്യലായിട്ട് അവർ തമ്മിൽ റിലേഷൻഷിപ്പ് ഒന്നും ഇല്ലല്ലോ. അപ്പോൾ പിന്നെ അതെങ്ങനെ ബാധിക്കാനാണ്? അല്ലേ? രാഹുൽ മാങ്കൂട്ടം വിഷയം ഇപ്പോൾ വളരെ സജീവമായിക്കൊണ്ടിരിക്കുകയാണ്. എവിടെ നോക്കിയാലും എന്ത് വന്നാലും രാഹുൽ മാങ്കൂട്ടം വിഷയമാണ് എല്ലാവരും എടുത്തിരുന്നത്. അപ്പോൾ ഈ രാഹുൽ മാങ്കൂട്ടം വിഷയം പറയുമ്പോൾ അതിൻ്റെ കൂടെ ഷാഫി പറമ്പിലിന്റെ പേരും പറയുന്നുണ്ട്. അപ്പോൾ ഈ ഷാഫി പറമ്പിലിന്റെ രാഷ്ട്രീയ ജീവിതത്തെ ഈ ഒരു വിഷയം ബാധിക്കുന്നു തോന്നിയിട്ടുണ്ടോ? ഒരിക്കലും ബാധിക്കത്തില്ല. അത് മാത്രമല്ല, ഇപ്പോൾ ഈ ഇലക്ഷൻ അടുക്കാറാകുമ്പോഴത്തേക്കാണ് ഇതുപോലുള്ള ഈ പെണ്ണ് കേസുകളൊക്കെ ഒരുപാട് ഇങ്ങനെ കുത്തിപ്പൊക്കിക്കൊണ്ട് വരുന്നത്. അത് ഈ ഈ നാളുകളായിട്ട് നമ്മൾ കണ്ടുവരുന്ന ഒരു ട്രെൻഡാണ്. ഇപ്പോൾ ഉമ്മൻചാണ്ടിയുടെ വിഷയമൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ വേണ്ടി പറ്റും. പിന്നീടാണ് ആ വിഷയത്തിൽ ആ ആ കേസിലൊക്കെ ഒന്നും ഇല്ല എന്നുള്ളത് ജനങ്ങൾക്ക് മനസ്സിലാക്കി തുടങ്ങിയത്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ഈ ഇലക്ഷൻ അടുക്കാറാകുമ്പോഴത്തേക്ക് മറ്റു പല വിഷയങ്ങളുണ്ടല്ലോ. ഇപ്പോൾ ശബരിമല വിഷയമുണ്ട്, അതുപോലെ തന്നെ ഇപ്പോൾ മേൽപ്പാലങ്ങൾ ഇടിഞ്ഞു വീഴുന്ന വിഷയങ്ങളുണ്ട്. അതൊക്കെ പൊതുജനങ്ങളെ ബാധിക്കുന്ന വിഷയങ്ങളാണ്. ആ വിഷയങ്ങളൊന്നും ചർച്ചയാവാതെ ഇതുപോലുള്ള പെണ്ണ് കേസുകൾ, അത് മാത്രമല്ല ഇതുപോലുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ മീഡിയയ്ക്കൊക്കെ ആണെന്നുണ്ടെങ്കിലും കൂടുതലായിട്ടും പറയാനുള്ളതും. അങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ് ഇൻട്രസ്റ്റ് കൂടുതൽ ആളുകൾക്ക് കേൾക്കാനൊക്കെയാണെന്ന്. അപ്പം അത് ഈ തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോഴത്തേക്കാണ് ഇതുപോലുള്ള വിഷയങ്ങൾ, അതായത് ജനങ്ങളെ ബാധിക്കുന്ന വിഷയങ്ങൾ മറയ്ക്കാൻ വേണ്ടിയിട്ട് ഇതുപോലുള്ള വിഷയങ്ങൾ കുത്തിപ്പൊക്കിക്കൊണ്ട് വരുന്നതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അതുമാത്രമല്ല, ഇപ്പോൾ ഷാഫി പറമ്പിലിനെ ബാധിക്കുമെന്ന് ചോദിച്ചതിൽ എനിക്ക് തോന്നുന്നില്ല. കാരണം അവർ തമ്മിലുള്ള ഒരു ബന്ധം എന്ന് പറയുന്നത് ഒഫീഷ്യലായിട്ടുള്ള ഒരു ബന്ധമാണെന്ന് എനിക്ക് തോന്നുന്നത്. ഒരു ഫ്രണ്ട്ഷിപ്പ് ആണെന്നുണ്ടെങ്കിലും അത് പുള്ളീനെ ഒരിക്കലും ബാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുമാത്രമല്ല, ഇപ്പോൾ പാലക്കാട് പോയി അന്വേഷിച്ച് കഴിഞ്ഞാലും ഷാഫി പറമ്പിലിന് അവിടെ വളരെയധികം അനുകൂലമായിട്ടുള്ള കാര്യങ്ങളാണ്, അല്ലെങ്കിൽ ആളുകളുടെയൊക്കെ താല്പര്യമാണെന്നുണ്ടെങ്കിൽ പുള്ളിയോട് വളരെയധികം താല്പര്യമാണ്. അപ്പോൾ അത് ഒന്നും വിഷയത്തെ ബാധിക്കുമെന്ന് തോന്നുന്നില്ല. അത് മാത്രമല്ല, ഇപ്പം ആൺകൂട്ടത്തിൻ്റെ വിഷയം എന്ന് പറയുന്നത് അതൊരു പേഴ്സണൽ കാര്യമാണല്ലോ, അല്ലാതെ ഒരു കൂട്ടത്തോടെ പോയി ചെയ്യുന്ന കാര്യങ്ങളോ ഒന്നുമല്ല. ഒരു പേഴ്സണൽ കാര്യങ്ങൾ ഒരിക്കലും അതൊരു ഷാഫി പറമ്പിലിനെ ബാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പൊ രാഹുൽ മാങ്കൂട്ടം വിഷയം ഇപ്പോ വളരെ സജീവമായി കൊണ്ടിരിക്കുകയാണ് കേരള രാഷ്ട്രീയത്തിൽ. കേരള രാഷ്ട്രീയത്തിൽ നിന്നല്ല, ഹൈക്കമാൻഡിൽ വരെ വളരെ സജീവമായി കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഈ രാഹുൽ മാങ്കൂട്ടം പേര് പറയുമ്പോൾ അതിന്റെ കൂടെ ഷാഫി പറമ്പിൽ എന്നുള്ള പേരും പറയുന്നുണ്ട്. അപ്പൊ ഈ ഷാഫി പറമ്പിലിന്റെ രാഷ്ട്രീയ ഭാവിയെ ഈ ഒരു വിഷയം ബാധിക്കുന്നു തോന്നുന്നുണ്ടോ? അത് അടിസ്ഥാനരഹിതമായിട്ടുള്ള കാര്യമല്ലേ. അത് ഈ യു ഡി എഫിന്റെ ഇത് തീർക്കാൻ വേണ്ടിയിട്ട് ഈ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വന്നേക്കണ ഒരു ഇതാണെന്നാണ് ഞങ്ങളുടെ ഒരു ഇത്. അല്ലാതെ പേഴ്സണലായിട്ടുള്ള ഇതല്ല എന്നാണ് ഞങ്ങളുടെയൊക്കെ അഭിപ്രായം. അല്ലാതെ ഇലക്ഷൻ വരുമ്പോൾ ഉള്ളതാണല്ലോ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കുത്തിപ്പൊക്കി കൊണ്ടുവരുന്നത്. അത് ഒരിക്കലും ഷാഫി പറമ്പലിനെ ബാധിക്കുന്നതല്ല. സർക്കാരിന്റെ ഒരു സ്ഥിരം നാടകമാണെന്നാണോ പറയുന്നത്? അതെ, അതെ, തീർച്ചയായും. അതെ, ഇലക്ഷന്റെ സമയത്തുള്ള സ്ഥിരം നാടകം തന്നെയാണ്.